അപ്പൊ വിദേശത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന രാജ്യങ്ങൾ ഏത് തന്നെ ആയാലും നമ്മുടെ ഭാവനയിൽ വരുന്നത് നഗരങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ ഓസ്ട്രേലിയയെ കുറിച്ചോ UK കുറിച്ചോ ഈ പറഞ്ഞ ജർമ്മനിയെ കുറിച്ചോ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ ഫീൽ ചെയ്തേക്കുന്നത് എങ്ങനെ? നമ്മൾ നേരിട്ട് പോയി കണ്ട് നമുക്ക് അവിടെ താമസിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ സിനിമകളിൽ കൂടെയും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിൽ കൂടെയും ഒക്കെ നമ്മൾ ഓൺലൈനായിട്ടും ഒക്കെ നോക്കി മാത്രം കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് നേരിട്ട് ചെല്ലുമ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഇപ്പോഴും ഓസ്ട്രേലിയൻ പോപ്പുലേഷന്റെ 3.8% അബോറിജിനൽസ്, അതായത് ട്രൈബ്സ് ആണ്. മലയാളത്തിൽ പറഞ്ഞ ആദിവാസികൾ. ഹൈ റേറ്റ്സ് ഓഫ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഇവർക്കിടയിൽ കാണാം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആദിവാസികൾക്കിടയിൽ കിട്ടുന്ന അത്രയും പോലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഇവർ വന്നിട്ടില്ല. ഇപ്പോൾ കാണുന്ന വൈറ്റിഷ് ഓസ്ട്രേലിയൻസ് ആക്ച്വലി അവിടെ പണ്ട് എത്തി അവിടെ സെറ്റിലായ ബ്രിട്ടീഷേഴ്സാണ്. ആൻഡ് ഓസ്ട്രേലിയ ഹാവ് ഇൻഡിജിനസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓൾസോ. ഇതുപോലൊക്കെ തന്നെ USA യിലും ന്യൂസിലൻഡിലും ഉണ്ട്.